ഹലോ ഗൈസ്, അപ്പം നമ്മൾ മേജർ കറൻസീസ് എന്താണെന്ന് പഠിച്ചു. കറൻസി പെയറുകൾ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നും നമുക്ക് മനസ്സിലായി അല്ലെ. ബേസും കോട്ടിൻ്റെയും കാര്യം നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു. ഈ കറൻസി പെയറുകൾ നമ്മൾ ഫോറക്സ് ട്രേഡിങ് വരുമ്പോൾ 3 തരത്തിലാണ് നമ്മൾ അതിനെ വേർതിരിച്ചിട്ടുള്ളത്. ഓക്കെ, കറൻസി പെയറുകൾ 3 പേര് ഞാൻ പറയാം. ആദ്യത്തേത് നമ്മൾ മേജർ കറൻസി എന്ന് പറയും, ഒരു വേരിയേഷൻ. പിന്നെ ഉള്ളത് മൈനർ കറൻസി, പിന്നത് എക്സോട്ടിക് കറൻസി. ഇങ്ങനെയാണ് കറൻസി പെയറുകൾ നോർമലി നമ്മൾ ഫോറക്സ് മാർക്കറ്റിൽ വരുമ്പോൾ വേർതിരിക്കുക. വളരെ സിമ്പിളാണ് കാര്യം പിടികിട്ടി കഴിഞ്ഞാൽ. മേജർ പെയറുകൾ എന്താണ്? മേജർ പെയറുകൾ ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. ബേസിലോ കോട്ടിലോ ആ കാണുന്ന പെയറിൻ്റെ $, USD എന്തായാലും ഉണ്ടാകും, എന്നാൽ അത് മേജർ പെയർ ആകും. ഓക്കെ, എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഞാൻ താഴെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് എക്സാമ്പിൾസ് കാണാം. ഓക്കെ, യൂറോ USD ഇതൊരു പെയറാണ്, 2 കറൻസികൾ ഒരുമിച്ച്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ USD എന്ന് പറയുന്നത് എവിടെ ഉണ്ട്? നമ്മുടെ കോട്ടായിട്ടുണ്ട്. USD JPY ഇതും ഒരു കറൻസി പെയറാണ്. ഈ കറൻസി പെയറിൽ USD ഉണ്ട്, പക്ഷെ ഇവിടെ USD ബേസിലാണ് വന്നിട്ടുള്ളത് അല്ലെ. ബേസ് ആയിട്ടോ കോട്ടായിട്ടോ USD എന്നുള്ള കറൻസി വേണം ആ പെയറിൽ, എന്നാൽ നമുക്ക് എന്ത് കിട്ടും? മേജർ കറൻസി പെയറുകൾ കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ മേജർ കറൻസി പെയറിന്റെ കാര്യം പറയുകയാണെങ്കിൽ. എന്തുകൊണ്ടാണ് മേജർ എന്നുള്ള ആ ഒരു ഇതിന് മാത്രം ആ ഒരു എന്തുകൊണ്ടാണ് മേജർ കറൻസി എന്ന് വിളിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം US ഡോളറിലാണ് ഏറ്റവും കൂടുതൽ പുറത്തുള്ള ബാങ്കുകളായിരുന്നാലും ശരി, വലിയ വലിയ ഹെഡ്ജ് ഫണ്ടുകളായിരുന്നാലും ശരി, അവരെല്ലാം കൂടുതലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ കൂടുതൽ നടക്കുന്നത് US ഡോളർ എന്നുള്ള കറൻസിയിലാണ്. അതുകൊണ്ട് തന്നെ ഫോറക്സിൽ വരുമ്പോഴും USD ഉള്ള കറൻസികൾക്ക് ശകലം ഇമ്പോർട്ടൻസ് കൂടുതലാണ്. അതിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസും അല്ലെങ്കിൽ നമ്മളെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റും കൂടുതലാണ് നമുക്ക് കിട്ടുക. അതുകൊണ്ടാണ് മേജർ കറൻസി പെയറിലായിരിക്കും നമ്മൾ പൊതുവെ നിങ്ങൾ പ്രൈസ് ആക്ഷനൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ട്രേഡ് എടുക്കാൻ പോകുന്ന മേജർ ആയിട്ടുള്ള കറൻസി പെയറുകളിലായിരിക്കും. ഓക്കെ, സോ ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള കറൻസി പെയറുകൾ. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യൂറോ USD, USD JPY, GBP USD, USD CHF, USD CAD, OD USD, NSD USD എല്ലാത്തിലും USD എന്നുള്ള കറൻസി ഉണ്ട്, ബേസ് ആയിട്ടോ കോട്ടായിട്ടോ. അതാണ് മേജർ കറൻസി പെയർ. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ മൈനർ ആണ്. ഇതും വളരെ സിമ്പിൾ. നമ്മൾ ആദ്യം മേജർ കറൻസികൾ എന്താണെന്ന് പഠിച്ചു പെയറിന് മുമ്പ് അല്ലെ. യൂറോ, USD, ജാപ്പനീസ് യെൻ അല്ലെ, കനഡിയൻ ഡോളർ, എന്തൊക്കെയാണ് കറൻസികൾ എന്ന് പഠിച്ചു അല്ലെ. ഈ പെയറുകളിൽ USD കാണില്ല, അത്രേ ഉള്ളൂ. വേറൊരു ഡിഫറൻസും ഇല്ല. കോമ്പിനേഷൻ വരുന്നത് നമ്മളെ മേജർ കറൻസികളുടെ തന്നെ കോമ്പിനേഷൻ ആയിരിക്കും പെയറിൽ വരിക. പക്ഷെ USD നമുക്ക് ഒരിടത്തും കാണാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ $, ഇല്ല, അത്രേ ഉള്ളൂ. ഓക്കെ, സോ യൂറോ GBP ഇത് രണ്ടും മേജർ ആയിട്ടുള്ള കറൻസികളാണ്, അതിന്റെ ഒരു പെയറാണ്. USD ഇല്ല അല്ലെ. യൂറോയും GBP ആണുള്ള. യൂറോ, ഓസ്ട്രേലിയൻ ഡോളർ, ഇവിടെയും 2 മേജർ കറൻസികൾ തമ്മിലാണ് പെയർ ഉണ്ടായത്. പക്ഷെ USD എന്നുള്ള കാര്യത്തിൽ USD ഇവിടെ ഒരിടത്തും ഇല്ല അല്ലെ. GBP JPY, CHF JPY, NSD JPY, GBP CAD ഇതെല്ലാം കറൻസി പെയറുകളാണ്, മേജർ കറൻസികളുടെ തന്നെ മിശ്രിതവുമാണ്, എന്നാൽ ഒരിടത്തും USD ഇല്ല. ഇങ്ങനെ വരുന്ന കറൻസി പെയറുകളെയാണ് നമ്മൾ മൈനർ കറൻസി പെയറുകൾ എന്ന് വിളിക്കുക. വ്യത്യാസം മേജറും മൈനറും തമ്മിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെയിൻ വ്യത്യാസം വരിക നമുക്ക് വോളിയത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ വ്യത്യാസം കിട്ടുക. വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ മേജർ ആയിട്ടുള്ള ബാങ്കുകളൊക്കെ കൂടുതലും USD ട്രേഡ് ചെയ്യുന്ന പെയറുകളിലാണ് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരിക. അപ്പം നമ്മൾ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ എമൗണ്ട് ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സിന്റെ കാര്യമാണ് നമ്മൾ മാർക്കറ്റിൽ നോക്കുന്നത്. അവിടെ മേടിക്കാൻ ആൾ വേണം, ഇപ്പോഴത്തെ വിൽക്കാനും ആൾ വേണം. നമ്മൾ ആദ്യം മാർക്കറ്റിന്റെ എക്സാമ്പിൾ പറഞ്ഞു പോലെ മേജറിനെ അപേക്ഷിച്ച് മൈനറിൽ അത് ശകലം കുറവായിരിക്കും. ഓക്കെ, ഒറ്റ ഡിഫറൻസ്, മെയിൻ ഡിഫറൻസ് അതാണ്. പിന്നെ നമുക്ക് സ്പ്രെഡ് എന്ന് പറഞ്ഞൊരു കാര്യം പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. സ്പ്രെഡിന്റെ കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ സ്പ്രെഡുകൾ മേജറിനെ അപേക്ഷിച്ച് സ്പ്രെഡ് കൂടുതലാണ് മൈനർ കറൻസി പെയറുകളിൽ. ഓക്കെ, സ്ലൈറ്റ് ആയിട്ടാണ് ഡിഫറൻസ് ഉള്ളത്. നമ്മൾ ചില മൈനർ പെയറുകൾ ട്രേഡ് ചെയ്യുകയും ചെയ്യും മുന്നോട്ട് പോകുന്നതോറും. ഓക്കെ, സോ ഇത്ര ഓർത്ത് വെച്ചാൽ മതി. മൈനർ പെയറുകളിൽ USD കാണത്തില്ല. US ഡോളർ ഇല്ലാത്ത മേജർ കറൻസികളുടെ പെയറുകളാണ് മൈനർ പെയറുകൾ എന്ന് വിളിക്കുക.
മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എക്സോട്ടിക് കറൻസി പെയർ. ഓക്കെ, ഇതില് ബേസ് എന്ന് പറയുന്ന കാര്യം, ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ലെഫ്റ്റിൽ വരുന്ന കറൻസിയാണ് ബേസ് അല്ലെ. ഈ ബേസ് എന്ന് പറയുന്ന കറൻസി എപ്പോഴും നമ്മളെ മേജർ കറൻസികളായിരിക്കും. നമ്മൾ പഠിച്ച മേജർ ആയിട്ടുള്ള കറൻസികളിൽ ഏതെങ്കിലും കറൻസിയേ ഉള്ളൂ. യൂറോയോ, USDയോ, ജാപ്പനീസ് യെന്നോ, ഗ്രേറ്റ് ബ്രിട്ടീഷ് പൗണ്ടോ, അങ്ങനെ ഏതെങ്കിലും ഒരു കറൻസിയെ ലെഫ്റ്റിൽ ഉണ്ടാകത്തുള്ളൂ. കോട്ട്, അതായത് ആ റൈറ്റ് സൈഡിൽ വരുന്ന കറൻസി എപ്പോഴും ഒരു ഡെവലപ്പിംഗ് എക്കണോമിയുടെ ആയിരിക്കും. ഡെവലപ്പിംഗ് എക്കണോമി എന്ന് വെച്ചാൽ ഡെവലപ്പിംഗ് കൺട്രി ആവാം, ഇന്ത്യയെ പോലെ അല്ലെങ്കിൽ ചൈന, നമ്മൾ സിംഗപ്പൂരൊക്കെ പോലെ തന്നെ ഡെവലപ്പിംഗ് കൺട്രിയുടെ കറൻസി ആയിരിക്കും അപ്പുറത്തെ സൈഡിൽ വരാം. ഓക്കെ, അങ്ങനെയാണ് ഒരു എക്സോട്ടിക് പെയർ ഉണ്ടാവുക. നമ്മളിപ്പോൾ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ കറൻസി തന്നെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഞാൻ പറഞ്ഞ പോലെ USD INR നമുക്കിവിടെ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കറൻസിയാണ്. USD INR ഒരു എക്സോട്ടിക് പെയർ ആയിട്ടാണ് കണക്ക് കൂട്ടുക. കാരണം USD എന്ന് പറഞ്ഞാൽ ബേസ് ആണ്, ബേസ് കറൻസി. ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു മേജർ കറൻസിയാണ്. എന്നാൽ കോട്ട് എന്താണ്? ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു കൺട്രിയുടെ കറൻസി, ഇന്ത്യ അല്ലെ. ഇന്ത്യയുടെ ഡെവലപ്പിംഗ് എക്കണോമിയാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയുടെ കറൻസി നമ്മൾ എക്സോട്ടിക്കിലായിരിക്കും കണക്ക് കൂട്ടുക. അതുപോലെ ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ എക്സാമ്പിളുകളുണ്ട് അല്ലെ. യൂറോ, ടർക്കിഷ് ലിറ ടർക്കിയുടെ കറൻസി, USD ഹോങ്കോങ് ഡോളർ അല്ലെ. ഹോങ്കോങ് ഡോളർ ചൈനയുടെ പോലും നമ്മൾ എന്തായിട്ട് കണക്ക് കൂട്ടുക? ഡെവലപ്പിംഗ് എക്കണോമി ആയിട്ടാണ് കണക്ക് കൂട്ടുക. ഇപ്പൊ ലെഫ്റ്റിൽ ബേസ് എപ്പോഴും ഒരു മേജർ കറൻസിയാണ് വരിക. ജാപ്പനീസ് യെന്നും നോർവീജിയൻ ക്രോണും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലെ, എല്ലാ എക്സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ NZD SGD സിംഗപ്പൂർ ഡോളറും അല്ലെ, ന്യൂസിലാൻഡ് ഡോളറും സിംഗപ്പൂർ ഡോളറും. ന്യൂസിലാൻഡ് ഡോളർ എന്ന് പറയുന്ന ഒരു മേജർ കറൻസിയാണ്. ലെഫ്റ്റിൽ എപ്പോഴും ബേസ് എപ്പോഴും മേജർ കറൻസി, കോട്ടിൽ എപ്പോഴും ഒരു ഡെവലപ്പിംഗ് എക്കണോമിയുടെ കറൻസി. അങ്ങനെയാണ് എക്സോട്ടിക് പെയറുകൾ വരാം. ഓക്കെ, നമ്മളിവിടെ പൊതുവെ എക്സോട്ടിക് പെയറിൽ അങ്ങനെ കമ്മ്യൂണിറ്റി ട്രേഡ് ചെയ്യാറില്ല. ട്രേഡ് ചെയ്തതെന്നല്ല, കൂടുതൽ ആൾക്കാർ അങ്ങനെ ട്രേഡ് ചെയ്യാറില്ല. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെയുള്ള രീതിക്കൊക്കെ ആയിരിക്കും കൂടുതൽ ആൾക്കാരും എക്സോട്ടിക് പെയർസിലൊക്കെ ട്രേഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ട്രേഡ് ചെയ്തിടുന്നില്ല, പക്ഷെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക മേജറും മൈനറിലും ആയിരിക്കും. അതിലും ഏറ്റവും കൂടുതൽ മേജർ പെയർസിലായിരിക്കും നമ്മൾ ട്രേഡ്സ് പ്ലേസ് ചെയ്യുക. അപ്പൊ അതാണ് കറൻസി പെയറുകളുടെ ക്ലാസിഫിക്കേഷൻ: മേജർ, മൈനർ, എക്സോട്ടിക്.